ഹായ് ഹലോ. ഇന്ന് നമുക്കൊരു മുന്തിരി ജ്യൂസ് ഉണ്ടാക്കിയാലോ. കറുത്ത മുന്തിരിയാണേ. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ കറുത്ത അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരു മുന്തിരി ജ്യൂസ് ആകാൻ വെച്ചു. പാറക്കുട്ടിക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഫ്രിഡ്ജ് തപ്പിയപ്പോൾ കിട്ടിയാണേ. സിസ്റ്റർ കൊണ്ടുവച്ചതായിരുന്നു, മറന്നു പോയിട്ടുണ്ട് എന്നിട്ട്. അപ്പോൾ ഞാൻ നല്ല വേഗം ഒരു മുന്തിരി ജ്യൂസ് ആക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് മുന്തിരി എടുത്തിട്ടുള്ള പാറക്കുട്ടിക്ക് മാത്രമല്ലേ, അപ്പോൾ ഇത്തിരി മുന്തിരി എടുത്തു. ഇനി നല്ലതുപോലെ നമുക്കൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഞാനൊരു 3-4 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്, കാരണം അതിൽ നല്ലതുപോലെ പൊടി ഉണ്ടായിരുന്നേ. അപ്പോൾ 3-4 പ്രാവശ്യം കഴുകിയിട്ട് നമുക്ക് വേഗം ഒരു ജാർ എടുക്കാം കേട്ടോ. ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേഗമാക്കാം, കാരണം പാറക്കുട്ടിക്കൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വേഗം എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ഒരു ജാർ എടുത്തു. അതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാനൊരു 3-4 സ്പൂണാണ് ഇട്ടത്. അത്യാവശ്യം നല്ലതുപോലെ ഇട്ട് കൊടുക്കുക. മധുരം വേണ്ടാത്തവരാണെങ്കിൽ മധുരം സ്കിപ്പ് ചെയ്യാം കേട്ടോ. നല്ലതുപോലെ ഇട്ട് കൊടുത്തു. എന്നിട്ട് വെള്ളം കൂട്ടാണ്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെയാണ്. എന്നാലും ഞാൻ ഒരു വേനലൊക്കെ അല്ലേ, ഒരു മുന്തിരി ജ്യൂസ് ആയിക്കോട്ടെ എന്ന ഒരു വീഡിയോ കൂടി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഈ വീഡിയോ ചെയ്തത്. നല്ലതുപോലെ അടിച്ചെടുക്കുകയാണ്. അടിച്ചെടുത്ത് നമ്മൾ എന്താ പറയുക, ഒന്ന് നോക്കാം അത്യാവശ്യം അരിഞ്ഞിട്ടുണ്ടോ എന്ന്. അത്യാവശ്യമൊക്കെ അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നോർമൽ വാട്ടറാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്, കുറച്ച് വെള്ളം. കാരണം പാറൂസിന് പനി ആയതുകൊണ്ട് നമുക്ക് തണുത്തതൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ച് സാധാ വെള്ളമാണ് എടുത്തത്. എന്നിട്ട് നല്ലതുപോലെ ഒന്നുകൂടി കറക്കിയെടുക്കാം കേട്ടോ. ഇനി അരിയും പിടിക്കൊന്നും വേണ്ടല്ലോ, ഒന്നായാലും മിക്സ് ആയ പോലെ. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് കറക്കിയെടുത്തു. ഇനി നമുക്കൊരു നല്ല ഭംഗിയുള്ള ഗ്ലാസ്സിലേക്കാണ് കേട്ടോ ഒഴിക്കുന്നത്. കാരണം ഒരു ഭംഗിക്ക് കണ്ട അത്യാവശ്യം നല്ലപോലെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. ഈ ഒരു ഗ്ലാസ്സേ ഉള്ളൂ കേട്ടോ എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഭംഗിക്ക് നമുക്ക് ഈ ഗ്ലാസ് തന്നെ എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് ഞാൻ കുറച്ച് മുന്നേ ചിയാ സീഡ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമായി പോയിട്ടോ, കാരണം സീഡ് ഇത്തിരി കുറഞ്ഞു. അപ്പോൾ നമ്മളത് അതിലേക്ക് ഇട്ട് കൊടുത്തു ഗ്ലാസ്സിലേക്ക്. എന്നിട്ട് മുന്തിരി അതിലേക്ക് ഒഴിക്കുകയാണ്. മുന്തിരി ജ്യൂസ് നല്ലോണം തരിച്ചങ്ങ് ഒഴിച്ചോളൂ കേട്ടോ. എന്നിട്ട് പാറക്കുട്ടീൻ്റെ കുഞ്ഞു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പാറക്കുട്ടീൻ്റെ ഗ്ലാസ്സിലേക്കും കുറച്ച് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചിയാ സീഡ് ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമുക്ക് കുറച്ച് മുന്തിരി ഒഴിക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് അരിച്ച സമയത്താണ് മനസ്സിലായത് മുന്തിരി ജ്യൂസ് അതിൽ തികയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആദ്യം എടുത്ത ഗ്ലാസ്സിൽ നിന്ന് കുറച്ച് അപ്പുറത്തേക്ക് ഒഴിച്ചു കൊടുത്തേ. ഈ ചെടിയൊക്കെ വെറുതെ അലങ്കാരത്തിന് വെച്ചാണ്ട് ഒരു ഭംഗിക്ക് കാണുമ്പോൾ ഒരു ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാറക്കുട്ടീൻ്റെ അഭിപ്രായം അറിയാം കേട്ടോ. പാറക്കുട്ടിയെ കൊടുത്തു നോക്കുന്നുണ്ട്, അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കണ്ട ജ്യൂസ് എപ്പം കിട്ടാമേ എന്നുള്ള ചോദ്യത്തിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ജ്യൂസ് കൊടുത്തു. അത് കുടിച്ചപ്പോൾ അവൾ നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത്. സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണം നമുക്ക് സൂപ്പറായിട്ട് കൊടുക്കാമല്ലോ, കാരണം തണുപ്പൊന്നുമില്ല. അതുകൊണ്ട് കൊടുത്തു. ഞാനും കുറച്ച് നേരം കുടിച്ചു കേട്ടോ. കുറച്ച് പുളി ഉണ്ടായിരുന്നു, എന്നാലും നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.